പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, മുടി നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ട്. മുടി ഒന്നിനോടൊന്ന് മുടി ഒട്ടുന്നതേ ഇല്ല, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് നമുക്ക് മാറ്റം ഉണ്ടായിട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കെരാറ്റിൻ നമ്മൾ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമ്മുടെ മുടിക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഓൾറെഡി നേച്ചുറൽ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ നമ്മുടെ മുടിയിലുണ്ട്. ആ ഒരു കെരാറ്റിൻ ആണ് നമ്മുടെ മുടിക്ക് ഷൈനിങ് തരുന്നത്. അപ്പോൾ ഈ ഒരു കെരാറ്റിൻ നമ്മുടെ മുടിയിൽ നഷ്ടപ്പെടുമ്പോൾ, അതായത് ഈ ഒരു കെരാറ്റിൻ നമ്മുടെ മുടിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കെരാറ്റിനെ ഇംപ്ലിമെൻ്ററി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുടിയിൽ ഈ ഒരു കെരാറ്റിൻ്റെ ലെവൽ കുറയുമ്പോൾ അല്ലെങ്കിൽ കെരാറ്റിൻ പോകുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഫ്രിസി ആവാനും ഡാമേജ് ആവാനും ഉള്ള കാരണത്തിനൊക്കെ ഇടയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്തായാലും കെമിക്കൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 100% നേച്ചുറൽ ആയിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ കെരാറ്റിൻ ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ആണ്. മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഈസിലി അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ. മിക്ക ആൾക്കാരും ചോദിക്കുന്നു, ഇത് ചേച്ചി മുതിരയാണോ, അതായത് മുതിരയാണോ എന്ന് മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് മുതിരയല്ല കേട്ടോ, ഫ്ലാക്സ് സീഡ് ചണവിത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡിൽ omega-3 ഫാറ്റി ആസിഡ് ഒക്കെ ഉണ്ട്. അത് കാരണം തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിസിനെസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള ആ കെരാറ്റിൻ വീണ്ടെടുക്കാനും നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ് ലുക്ക് തരാനും സ്മൂത്ത് ആയിട്ട് കിടക്കാനും ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നേച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് ചൂടാക്കി എടുക്കണം. അതായത് നമ്മുടെ ചണവിത്തിൽ നിന്ന്, അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ നിന്ന് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങണം. ആ ഒരു രീതി ആവുന്നത് വരയ്ക്കും നമ്മളിത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് നല്ലതുപോലെ നമ്മളൊരു 5 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. 5 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം നമ്മുടെ ഫ്ലാക്സ് സീഡ് പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചണവിത്ത് നന്നായിട്ട് ജെല്ലായി തിക്കായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ 7 മിനിറ്റ് നന്നായിട്ട്, 7 മിനിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആ ഒരു ചൂടോടുക്കനെ തന്നെ നമ്മളിത് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാക്സ് സീഡും അതേപോലെ തന്നെ നമ്മുടെ ഈ ജെല്ലും സെപ്പറേറ്റ് ആയിട്ട് വരില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അരിപ്പി യൂസ് ചെയ്തിട്ടാണ് ഇത് അരിക്കേണ്ടത്. കാരണം ചൂടുള്ളത് കാരണം തന്നെ നമുക്ക് തുണിയിൽ പിഴിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ നല്ല രീതിക്ക് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറാനായിട്ട് വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഇനി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ക്രീം ഇനി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചോറാണ്. നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചോറ് വേണമെന്നില്ല. നമ്മുടെ തലേ ദിവസത്തെ വെള്ളച്ചോറാണെങ്കിലും നമുക്ക് ധാരാളമാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് ചോറ്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും മാറ്റം വരുത്താവുന്നതാണ്. അപ്പം ഞാനൊരു പിടി ചോറ് എടുത്തിട്ടുണ്ട്. ചോറും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഞാൻ മൂന്നാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ എഗ്ഗാണ്, മുട്ടയാണ്. മുട്ടയിൽ ധാരാളം ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് മുട്ടേനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും വെച്ചിട്ടാണ് നമ്മുടെ കെരാറ്റിൻ ക്രീം ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചോറും അതേപോലെ തന്നെ മുട്ടയും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മൾ ഈ ഒരു ക്രീം അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാനേ പാടില്ല. അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. നമ്മുടെ
ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഗുണം കിട്ടില്ല. അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. വെള്ളം ഒഴിച്ച് നിങ്ങൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനേ പാടില്ല. അപ്പം ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ കെരാറ്റിൻ ക്രീം കിട്ടുക. കണ്ടില്ലേ, നല്ല ലിക്വിഡും അല്ല നല്ല തിക്കും അല്ലാത്ത ഒരു ഫോമിൽ നമുക്ക് ഈ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് വാഷ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇനി നമുക്ക് നമ്മുടെ കെരാറ്റിൻ ക്രീം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കെരാറ്റിൻ ക്രീം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിരിക്കുന്ന മുടിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കെരാറ്റിൻ ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓയിലി ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യണം. അതല്ല നമ്മൾ ഓൾറെഡി ഷാമ്പു വാഷ് ചെയ്തിരിക്കുന്ന മുടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു വാഷിൻ്റെ ആവശ്യമില്ല, പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. അതെങ്ങനെയാണോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് വേണം നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ സാധാ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന രീതിക്ക് അപ്ലൈ ചെയ്യരുത്. നല്ല രീതിക്ക് വളച്ചിലെടുത്ത് നമ്മുടെ ഓരോ മുടിയിലും ഈ ഒരു ക്രീം അപ്ലൈ ആവുന്ന രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സ്കാൽപ്പിലായെന്ന് വെച്ച് യാതൊരു ദോഷമില്ല. കാരണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നേച്ചുറലാണ്. അതേപോലെ തന്നെ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കാരണം തന്നെ തലയോട്ടിയിലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിർബന്ധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ തലയോട്ടിയുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് മുടി വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും നമ്മൾ നന്നായിട്ട് മുടി വേര് മുതൽ ഇങ്ങനെ വലിച്ച് കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ നേച്ചുറലായിട്ടുള്ള കെരാറ്റിൻ നമ്മൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുടി നന്നായിട്ട് ഫ്രിസിയാണ്, ഡ്രൈ ആണ്, സ്പ്ലിറ്റൻസ് ഉണ്ട്, ഹെയർ ഒട്ടും മാനേജബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് കാരണം തന്നെ നമ്മുടെ മുടിവേര് മുതൽ നമ്മുടെ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള മുടി, അതേപോലെ തന്നെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വളരാനും കൂടി ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ആയത് കാരണം തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ മുടി മുഴുവനായിട്ട് നമ്മുടെ മുടിയുടെ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ മുടിയുടെ തുമ്പത്തും എന്നിങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ നല്ല രീതിക്ക് തന്നെ ഓരോ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം നമ്മുടെ മുടിയിൽ അരമണിക്കൂർ നേരം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒരിക്കലും കൂടി പറയാം, നമ്മൾ ഷാമ്പൂ ചെയ്ത ഹെയറിലാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഷാമ്പൂ വാഷ് ചെയ്യേണ്ട. ഓയിലി ഹെയറിലാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈൽഡ് ഷാമ്പൂ വെച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ മുടിയെല്ലാം കഴുകി ഉണക്കിയിട്ട് വരാം. അപ്പൊ ഇനി നമുക്ക് റിസൾട്ട് കാണാം. എത്രമാത്രമാണ് നമ്മൾ വീട്ടിൽ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് റിസൾട്ട് കാണാം. അപ്പൊ ഇപ്പൊ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും മുടി നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ട്. മുടി
ഒന്നിനോടൊന്ന് മുടി ഒട്ടുന്നതേ ഇല്ല. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല മാറ്റം തന്നെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒറ്റ യൂസിൽ തന്നെ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്താൽ ഇത്ര കിട്ടുമോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. കാരണം അതുപോലുള്ളൊരു റിസൾട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തെടുത്തിട്ട് കിട്ടിയിരിക്കുന്നത്. സൂപ്പറായിട്ട് മുടി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല കേട്ടോ. അതിന്റെ റിസൾട്ട് എത്രമാത്രമാണ് എന്നുള്ളത് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് മുഴുവനായിട്ടുള്ള മുടി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അത്രയും നേച്ചുറൽ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇതേ റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.